ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 സെക്കൻഡ് മൊഡ്യൂള് റാൻഡം വേരിയബിൾ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ മൊഡ്യൂൾ 2 റാൻഡം വേരിയബിൾസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ചാപ്റ്റർ ഫസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് ഒരു റാൻഡം വേരിയബിൾ? അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. RV എന്ന് പറയും റാൻഡം വേരിയബിൾ. ഓക്കെ, റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഡെഫിനിഷൻ പറയുന്നത് എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഫ്രം സാമ്പിൾ സ്പേസ് ടു റിയൽ നമ്പേഴ്സ്. അത് കൃത്യമായിട്ട് ഇത് എത്രയേ ഉള്ളൂ അതിൻ്റെ ഡെഫിനിഷൻ. എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് എ സാമ്പിൾ സ്പേസ് ആൻഡ് കോഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സാമ്പിൾ സ്പേസിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സുള്ള ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷനാണ് നമ്മളതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് എക്സ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും, അല്ലെങ്കിൽ എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇതിനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാമ്പിൾ സ്പേസ് ആണ് ഇതിൻ്റെ ഡൊമൈൻ. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എല്ലാ സമയത്തും നമ്പേഴ്സ് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അത് എങ്ങോട്ടാണ് പോകുന്നത്? അത് അസൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പരിഗണിക്കാം. എക്സാമ്പിൾ, ഞാനൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് പറയുകയാണ്. റാൻഡം എക്സ്പെരിമെൻറ്റ് പറയുന്നത് ടോസിങ് 2 കോയിൻസ് ആണ്. 2 കോയിൻസ്. ഓക്കെ, ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകം പറയട്ടെ. ഇത് കോഡൊമൈനാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എനി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആവാം. ഏതെങ്കിലും ഒരു റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് അല്ലെങ്കിൽ റിയൽ നമ്പർ തന്നെ ആവാം. എന്ത് ഇതിൻ്റെ റേഞ്ച്? കോഡൊമൈനാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതൊന്ന് നോട്ട് ചെയ്യാം. സോ റാൻഡം വേരിയബിൾ റാൻഡം എക്സ്പെരിമെൻ്റ് ടോസിങ് 2 കോയിൻസ് ആണ്. അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്താ വരിക? HH, HT, TH, TT. ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് വരിക. അപ്പോൾ ഞാനിനി ഇവിടെ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഒരു ഫംഗ്ഷനായി മാറുമ്പോൾ അതിൻ്റെ ആൻസറുകളൊക്കെ എന്തായിരിക്കണം? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. നമ്പർ ഓഫ് ഹെഡ്സ് ആണ് എൻ്റെ റാൻഡം വേരിയബിൾ. അപ്പോൾ നമ്മൾ ഇതിനെ എക്സ് അല്ലെങ്കിൽ എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. നോക്കിക്കോളൂ കേട്ടോ. ഞാനതിൻ്റെ ഔട്ട്കംസിനൊക്കെ ഞാൻ ഒമേഗ എന്ന് പറഞ്ഞു. എല്ലാ ഔട്ട്കംസിനെയും ഞാൻ പറയുന്ന പേര് ഒമേഗ എന്നാണെങ്കിൽ അത് അസൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിളിന് എക്സ് ഓഫ് ഒമേഗ എന്ന് പറയും. അത് അസൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിളിന് എക്സ് ഓഫ് ഒമേഗ എന്ന് പറയും. ഇപ്പോൾ ഇവിടെയുള്ള ഒമേഗകളാണ്. ഇതിലെ ഓരോ പോയിൻറ്റുകളെയും നമ്മൾ ജനറലായിട്ട് ഒമേഗ എന്ന് പറയും. HH, HT, TH, TT. ഓക്കെ, ഇനി നമ്മളിത് അസൈൻ ചെയ്യുന്നത് നോക്കിക്കോളൂ. HH എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് എൻ്റെ എക്സ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒമേഗയ്ക്ക് എത്ര ഹെഡ് ഉണ്ട്? 2 എണ്ണം. ഈ ഒമേഗയ്ക്ക് എത്ര ഹെഡ് ഉണ്ട്? 1 എണ്ണമേ ഉള്ളൂ. ഇവിടെ എത്ര ഉണ്ട്? 1 എണ്ണം. ഇവിടെ എത്രയുണ്ട്? TT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡെഫിനിഷൻ പ്രകാരം എക്സ് ഈസ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഫ്രം സാമ്പിൾ സ്പേസ് ടു R. ഓക്കെ, ഇവിടെ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് 2, 1, 0 മാത്രമാണ്. പക്ഷേ കോഡൊമൈന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്കതങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരാം? നമ്മുടെ എസ് എന്ന് പറയുന്നത് HH, HT, TH, TT. ഓക്കെ, അത് റിയൽ നമ്പേഴ്സിലെ അതിൻ്റെ ഒരു സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറാണ് എന്ത്? 0, 1, 2. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ മാപ്പിംഗ് ഒന്ന് നോക്കൂ. ഇങ്ങനെ മാപ്പ് ചെയ്യാലോ. HHനെ നമ്മൾ 2ലേക്ക് മാപ്പ് ചെയ്തു. HTയും T ഉണ്ടോ ഇങ്ങനെ മാപ്പ് ചെയ്തു. ഇത് ഇങ്ങനെ മാപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരു 1, 1 ആൻഡ് 1, 2 ഫംഗ്ഷൻ ആവണമെന്ന് നിർബന്ധം ഇല്ല എന്നുകൂടി നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും.
ഇനി ഇവിടെ നമ്മൾ ഒരു ചെറിയ കാര്യം കൂടി പഠിക്കാൻ പോവാണ്. ഇവിടെ നോക്കൂ, എക്സിന് അസൈൻ ചെയ്യുന്ന വാല്യൂസ് 0, 1, 2 ആയിരിക്കും. ഏതെങ്കിലും റിയൽ നമ്പർ ആയിരിക്കും എക്സിന് അസൈൻ ചെയ്യുക. എക്സ് ആരാണ്? നമ്പർ ഓഫ് ഹെഡാണ്. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് 0, എക്സ് 1. അപ്പോൾ അതെന്തായിരിക്കും വരിക? സെറ്റ് എക്സ് ലെസ് ദാൻ 2 ആവുന്ന സെറ്റ് എന്താ വരിക? അതായത് എക്സ് ലെസ് ദാൻ 2 പറയുമ്പോൾ ടി ടി, അതുപോലെ തന്നെ എച്ച് ടി, ടി എച്ച് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. ഇവിടെ നമ്മളൊരു ചെറിയ ഡെഫിനേഷൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇത് സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് അല്ലേ? സാമ്പിൾ സ്പേസിൻ്റെ ഇങ്ങനെയുള്ള സബ്സെറ്റുകളെ നമുക്ക് എന്ത് പേര് പറയാം? സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആണ് ഇവൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലായിട്ട് എങ്ങനെ പറയാം? ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സ്മോൾ എക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഇത് ഓരോന്നും എന്തായിരിക്കും? ഓരോരോ ഇവൻറ്റുകൾ ആയിരിക്കും. ഓരോരോ ഇവൻറ്റുകളായിരിക്കും. അപ്പോൾ ഈ റാൻഡം വേരിയബിളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് എന്ത്? എക്സ് ലെസ് ദാൻ 2. ഇനി നമുക്ക് വേറൊരു ഇവൻറ്റ് ഇവിടെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഇവൻറ്റ് പറയാം. ഒരു എക്സാമ്പിളിന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഹെഡോ അതിൽ കൂടുതലോ ഉള്ള ആളുകൾ. ആരാ? ഒരു ഹെഡ് എച്ച് ഉണ്ട്, എച്ച് ടി ഉണ്ട്, എച്ച് ഉണ്ട്. മനസ്സിലായോ? ഇതും എന്താണ്? സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആണ്. സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആകുമ്പോൾ നമുക്കെന്ത് പറയാം? ഇറ്റ്സ് ഈസ് ഓൾസോ ആൻ ഇവൻറ്റ് എന്ന് പറയാം. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കുക. ടോസിങ് 1 കോയിൻ. ടോസിങ് 1 കോയിൻ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ അതിൻ്റെ സാമ്പിൾ സ്പേസിൽ ആകെ 2 എലമെൻറ്റേ ഉള്ളൂ. ω1, ω2 എന്ന് പേര് കൊടുത്തു. ഞാൻ ഒമേഗ റെപ്രസെൻറ്റേഷനും കൂടി മനസ്സിലാക്കാനാണ്. ω1, ω2. ആരാ ω1? എച്ച് ഹെഡ്. ആരാ ω2? ടെയിൽ. എച്ച് ടി എന്ന് കൊടുത്താൽ മതി. എനിവേ ഞാൻ എന്ത് ചെയ്യാണ്? എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ് തന്നെ ആയിരിക്കോട്ടെ, നമ്പർ ഓഫ് ഹെഡ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക? സോ എക്സ് ഓഫ് എച്ചിൽ അല്ലെങ്കിൽ ω1 എന്താ വരിക? 1 വരിക. എക്സ് ഓഫ് ω2 അതായത് ടെയിലിൽ എന്താ വരിക? ഹെഡില്ല, അതുകൊണ്ട് 0. നമ്പർ ഓഫ് ഹെഡ് ആണെങ്കിൽ 1, 0. ഈ 2 കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു സെറ്റ് 0 ആൻഡ് 1. അതെപ്പോഴാണ് പറയുക? ഈഫ് ഒമേഗ ഈക്വൽ ടു ടെയിൽ അല്ലെങ്കിൽ ω2 അല്ലെങ്കിൽ ഈഫ് ഒമേഗ ഈക്വൽ ടു ഹെഡ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ഫംഗ്ഷനായിട്ട് പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ആൻഡ് 1 ആണ്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഇറ്റ് ഈസ് സിംപ്ലി എ ഫങ്ഷൻ. ഓക്കെ, ഇതാണ് റാൻഡം വേരിയബിൾ. ബേസിക്കലി റാൻഡം വേരിയബിൾ ഈസ് എ ഫങ്ഷൻ എക്സ് ഫ്രം സാമ്പിൾ സ്പേസ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓർ എനി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്ത് ഈ റാൻഡം വേരിയബിളുമായിട്ട് അസൈൻ ചെയ്യുന്ന 1-2 റിസൾട്ട്സ് ആണ്. 1-2 റിസൾട്ടുകളാണ്. അപ്പോൾ എഴുതിക്കോളൂ. റിസൾട്ട്സ് എഴുതി വെക്കുക. ഒന്നുമില്ല. സപ്പോസ് x1 ആൻഡ് x2 ആർ എനി റാൻഡം വേരിയബിൾ. രണ്ട് റാൻഡം വേരിയബിളാണ് x1, x2 അസോസിയേറ്റഡ് വിത്ത് എനി സാമ്പിൾ സ്പേസ്. ഓക്കെ, ഏതോ 2 റാൻഡം വേരിയബിളാണ് ഇവർ രണ്ടുപേരും വിചാരിക്കുക. ആൻഡ് സി ഈസ് എ കോൺസ്റ്റൻറ്റ്. സി ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എനി റാൻഡം വേരിയബിൾ. സി x1 x2 ഏതോ ഒരു കോൺസ്റ്റൻറ്റ് റാൻഡം വേരിയബിളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ ഒരു റാൻഡം വേരിയബിൾ ആവും. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് റാൻഡം വേരിയബിളുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു റാൻഡം വേരിയബിൾ കിട്ടും. 2 റാൻഡം വേരിയബിൾ സം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? പുതിയ ഒരു റാൻഡം വേരിയബിൾ കിട്ടും. പിന്നുള്ളത് 2 റാൻഡം വേരിയബിൾ മൈനസ് സബ്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പുതിയ റാൻഡം വേരിയബിൾ കിട്ടും. ഈസ് എ റാൻഡം വേരിയബിൾ. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല? ഇതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ
പറഞ്ഞിട്ടില്ല. ഈ 3 കാര്യങ്ങളും റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇനി വേറെ ഒന്നുള്ളത് 4ാമത്തെ ഓപ്ഷൻ വരുന്നത് ഇതിൽ മാക്സിമം ഓഫ് x1 x2 2 റാൻഡം വേരിയബിൾ എടുത്താൽ അതിൽ വലുത് പുതിയ ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഈസ് എ റാൻഡം വേരിയബിൾ ആൻഡ് മിനിമം ഓൾസോ. ഇതിൽ ചെറിയ ആളെടുത്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ റാൻഡം വേരിയബിളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ചെറിയ ആളെടുത്താലും അത് എന്തായിരിക്കും, റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഉള്ളത് x1ഉം x2ഉം അസോസിയേറ്റ് ചെയ്യുന്നത് സെയിം സാമ്പിൾ സ്പേസ് ആയിരിക്കണം. x1 ഡിഫൈൻ ചെയ്ത അതേ സാമ്പിൾ സ്പേസിലായിരിക്കണം x2ഉം ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ 2 പേരും ഒരേ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻഡ് ആയവർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന 5 പേരും എന്തായിരിക്കും, അതേ സാമ്പിൾ സ്പേസിലെ തന്നെ നമുക്ക് പറയാവുന്ന പുതിയ റാൻഡം വേരിയബിളുകൾ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിളാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിളാണ്. ടൈപ്സ് മെയിനായിട്ടും റാൻഡം വേരിയബിൾ 2 ടൈപ്പാണുള്ളത്. ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾ. ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും സെക്കൻഡ് വൺ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഓക്കെ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഓക്കെ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും പിന്നെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളുമാണ് ഉള്ളത്. മെയിൻലി 2 ടൈപ്പ് റാൻഡം വേരിയബിളാണ്. അപ്പോൾ എന്താ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആദ്യം നമ്മൾ നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയണമെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. ശ്രദ്ധിക്കുക, ഇപ്പം നമ്മളിവിടെ എക്സാമ്പിൾ ചെയ്ത ഇതൊക്കെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രത്യേകത ഇതാണല്ലോ, അതിൻ്റെ റേഞ്ച്. ഈ റേഞ്ചിൽ ഡിസ്ക്രീറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. റേഞ്ച് ഇൻക്ലൂഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ഇപ്പോൾ 1 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ വേറൊരു വാല്യൂ 0, വേറൊരു വാല്യൂ 2, അങ്ങനെ 1 2 3 4 അങ്ങനെയുള്ള, അല്ലെങ്കിൽ 0.1 0.2 0.3 അങ്ങനെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിരിക്കും എന്തിനുണ്ടാവുക, ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ റേഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവുക. അത് ഫൈനൈറ്റ് ആവാം, അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസും ആവാം. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ റേഞ്ചിൽ എന്തുണ്ടായിരിക്കണം, ഫൈനൈറ്റ് വാല്യൂസ് അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിരിക്കണം. കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ കൗണ്ടബിളി ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ റേഞ്ചിൽ വരുന്ന 1 2 3 4 5 6 അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ് ആ ഒരു സെറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റാൻഡം വേരിയബിൾ പറയുന്നത് ഒരു സാമ്പിൾ സ്പേസുമായി അസോസിയേറ്റ് ചെയ്ത റാൻഡം വേരിയബിളാണ് നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് എന്ന് പറയുമ്പോൾ 0 1 2 3 4 5 6 അങ്ങനെ പോകാം. അപ്പോൾ അത് ആ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. അപ്പോൾ അതിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പറാണ്. അതിൽ റാൻഡം വേരിയബിളിന് അസൈൻ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്, ആ റാൻഡം വേരിയബിളിന് അസൈൻ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് 0 1 2 3 4 5 6 7 8 എന്ന് പറയാണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഉണ്ടാവും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്. ഓക്കെ, നെക്സ്റ്റാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. എപ്പോഴാണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ? അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് അല്ലാത്ത എല്ലാ റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് ആണ്. ഡിസ്ക്രീറ്റ് അല്ലാത്ത എല്ലാ റാൻഡം വേരിയബിൾസിനെയും നമുക്ക് എന്ത് പറയാം, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയും. അപ്പോൾ ആരാ ഡിസ്ക്രീറ്റ് അല്ലാത്ത റാൻഡം വേരിയബിൾ? ഒരു റാൻഡം വേരിയബിൾ എക്സിന് അസൈൻ ചെയ്യാവുന്ന വാല്യൂസ് ഒരു ഇൻ്റർവെല്ലായിരിക്കും AB. ഓക്കെ, ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു എന്താ പറയുക റാൻഡം വേരിയബിൾ എന്ന് പറയാൻ പറ്റും. അതിന് ഒരു എക്സാമ്പിൾ നോക്കാം ആദ്യം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ഡിസ്ക്രീറ്റിന് കുറച്ച് എക്സാമ്പിൾസ് ആദ്യം പറയാം. നേരത്തെ ഞാൻ ഒന്ന് പറഞ്ഞു, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ റോഡ് എന്ന് പറയുന്നത് ഒരിതാണ്. അടുത്തത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു മെഷീനിൽ കുറേ പ്രോഡക്ട്സ് വരുന്നുണ്ട്. ആ പ്രോഡക്ട്സിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്.
ഓക്കെ. അപ്പോൾ ഒരു 100 പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ബൾബ് കമ്പനിയാണെങ്കിൽ 100 ബൾബ് വരുമ്പോൾ അതിൽ എത്ര ഡിഫക്റ്റീവ് ബൾബ് ഉണ്ട്, അതൊരു റാൻഡം വേരിയബിളാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു റോഡ് ആക്സിഡൻറ്റ് പറഞ്ഞു. അതുപോലെ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു കൊറോണ ഡിസീസ്, ഇതൊക്കെ എന്താണ്, ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ കൊറോണ ഡിസീസിനുമായി ബന്ധപ്പെട്ട ഡെത്ത്, ഡിറ്റക്റ്റഡ് കേസ്, ഇതൊക്കെ എന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് എക്സാമ്പിളാണ്. ഓക്കെ. ഇനി നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്, ഇൻ്റർവെൽസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ എ മാൻ ബ്രഷസ് ഇസ് ടീത്ത് എവരി മോർണിംഗ് എക്സ് റെപ്രസെൻറ്റ് ടൈം ടേക്കൺ ഫോർ ബ്രഷിങ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം, ഇതൊരു കണ്ടിന്യൂസ് ആണ്. കാരണം നമ്മൾ ടൈം പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു പെർട്ടിക്കുലർ ടൈം, 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറയുന്നതിനേക്കാളും അത് ടൈം റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ എന്ന് പറയാം. 1 മണിക്കൂറും 2 മണിക്കൂറും ഇടയ്ക്ക് അങ്ങനെ പറയുന്നതല്ലേ, അതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി. അപ്പോൾ നമ്മൾ ടൈം ഒരു എന്താണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. അതുപോലെ ഹൈറ്റ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. നമുക്ക് കറക്റ്റ് ഹൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്കൂളിലെ കുട്ടികളുടെ മുഴുവൻ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആക്കാം. ഇപ്പോൾ നമുക്ക് 140 സെൻറ്റിമീറ്ററിനും 150 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക്, ഇപ്പോൾ ഇങ്ങനെ 140നും 150നും ഇടയ്ക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചൊരു വേരിയേഷനൊന്നും അതിൽ വരുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ 140.1 140.2 എന്നുള്ളത് ഉപയോഗിക്കുന്നതിനേക്കാളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം കേസുകളാണ് നമ്മൾ എന്ത് പറയുക, കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അല്ലാത്ത എല്ലാ റാൻഡം വേരിയബിളും എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു റാൻഡം വേരിയബിളിനെ ഡിസ്ക്രീറ്റ് ആയിട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫുകളും അങ്ങനെയാണ് പോവുക. ഒരു റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അല്ലാതെ നമ്മൾ ഡിസ്ക്രീറ്റ് ആണെന്ന് എത്ര കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് വാദിച്ചിട്ട് കാര്യമില്ല. അതുപോലെ സർവീസ് ടൈം, അപ്പോൾ എല്ലാ ടൈമുകളും എന്താണ്, അധിക ടൈമുകളൊക്കെ എന്താണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ടൈം, ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അപ്ലിക്കേഷൻ നോക്കുക, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഒരു അപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈഫ് ടൈം. ഓക്കെ. ഇപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ടി വി വാങ്ങി, ഈ ടി വി 2 വർഷം നിങ്ങൾക്ക് അവർ ഗ്യാരണ്ടി തന്നു. നിങ്ങൾ കാണാൻ പോകുന്നത് 2 വർഷത്തിന് ശേഷം ഇനി എത്ര കാലം ഈ ടി വി പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 2 വർഷം കഴിഞ്ഞിട്ട് ഇനി ഒരു 6 മാസം കൂടി ടി വി വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കേസിൽ നമുക്ക് ഈ 6 മാസം എന്ന് പറയുന്നത് എന്താണ്, 2 ഇയർ ഓൾറെഡി ക്രോസ് ചെയ്തു. ഇനിയുള്ള 6 മാസം, അതിൻ്റെ 6 മന്ത് കൂടി അതിൻ്റെ ഒരു ഇതെടുക്കുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ടൈം പീരീഡാണ്. ഇതിൻ്റെ പീരീഡിൽ എവിടെ വെച്ചിട്ടും ടി വി എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കേസിലൊക്കെയാണ് ടൈം എന്തായി എടുക്കുന്നത്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആയി എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ.